അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നുണ്ട് എങ്കിലും ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ താമസിച്ചു പോകാറുമുണ്ട്. അതുപോലത്തെ മരണവാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതെങ്ങനെ ആ കുടുംബം സഹിക്കുമെന്ന് നമുക്കറിയില്ല. മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഒരു മരണപ്പെട്ട വ്യക്തി അവർ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ. പക്ഷെ അവരുടെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാലേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ മരണവാർത്തയിലൂടെ മരണപ്പെട്ട വ്യക്തിയുടെ വേദനയിലും കൂടിയാണ് നമ്മളൊക്കെ പങ്കുചേരാറ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം, അല്ലാത്തവർക്ക് ബാക്കടിച്ചു പോകാം. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുക. ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറെ വേദനപ്പെടുത്തുന്ന വാർത്തയാണ് പ്രവാസിയുടെ മരണം. 19 വർഷം കുടുംബത്തെ ഒന്ന് പച്ചപിടിപ്പിക്കാൻ, കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ ചുമലിലേറ്റി അങ്ങ് പ്രവാസ ലോകത്ത് കഴിയാൻ തുടങ്ങിയിട്ട് 19 വർഷം. ആ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. ഈ ഒരു പ്രായത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇത്ര കാലം കഷ്ടപ്പെടുകയായിരുന്നു. ജീവിതത്തിലെ സുഖം എന്തെന്നറിയാതെ അവൻ മരണപ്പെട്ടു. 19 വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമം കുറിക്കുകയാണ്. ഈ ഒരു പ്രവാസി എങ്ങനെയാണ് മരണപ്പെട്ടത്? സാധാരണ എങ്ങനെയാണ് പ്രവാസികൾ മരണപ്പെടാറ്? അതുതന്നെ അറ്റാക്ക് മരണം. അറ്റാക്ക് മരണം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രവാസികളിൽ തന്നെ. പടച്ചറബ്ബേ, നമ്മുടെ പ്രവാസികളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തേടി അങ്ങ് പ്രവാസ ലോകത്തെത്തിയവൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിലച്ചു പോവുകയാണ്. അവനിലൂടെ നഷ്ടമായത് അവൻ്റെ ജീവൻ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ജീവിതവും കൂടിയാണ്. പടച്ചറബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മലപ്പുറം വേങ്ങര ചേങ്ങാരി സ്വദേശി മുജീബ് ഇടയാട്ടാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുപോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 40 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സൗദി അറേബ്യയിലെ മഹായിലാണ് ഈ മരണം സംഭവിച്ചത്. മുജീബിൻ്റെ ഈ ഒരു അപ്രതീക്ഷിതമായ വിയോഗം കുടുംബത്തെ മാത്രമല്ല വേദനിപ്പിച്ചത്, നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കൂടിയാണ്. നഷ്ടമായിരിക്കുന്നത് 4 മക്കളുടെ സ്നേഹനിധിയായ പിതാവും ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന കുടുംബനാഥനായ മകനും. അദ്ദേഹത്തിൻ്റെ മരണവേർപാട് പ്രിയപ്പെട്ടവർക്ക് ദുഃഖം മാത്രമല്ല, വലിയൊരു നഷ്ടവും കൂടിയാണ് സംഭവിച്ചത്. പ്രവാസത്തിൻ്റെ കഠിന ജീവിതത്തിനിടയിൽ ഒരു കുടുംബത്തിനായി പോരാടി ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അവിടെ പൊലിഞ്ഞുപോയത്. പ്രിയപ്പെട്ടവരെ, പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അവർ നമുക്ക് വേണ്ടിയല്ലേ അവിടെ കഷ്ടപ്പെടുന്നത്. അവർക്ക് ജീവനുമില്ല, ജീവിതവുമില്ല. അവർക്ക് ഏറ്റവും പ്രിയം നമ്മുടെയൊക്കെ സന്തോഷമാണ്, നമ്മുടെയൊക്കെ ജീവിതമാണ്. അതിനുവേണ്ടിയാണ് അവർ കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുന്നത്. അവസാനം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. പെട്ടിയും കൊണ്ട് പോയവനെ പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ആ ഒരവസ്ഥ പടച്ചറബ്ബ് എല്ലാവരും തൊട്ടുകാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കേട്ട ഒരു മരണവാർത്ത, അത് എൻ്റെ ഉറക്കം കെടുത്തിയ ഒരു മരണവാർത്തയായിരുന്നു. അദ്ദേഹം പ്രവാസിയല്ല, പ്രവാസിയാകാൻ വേണ്ടി പോവുകയായിരുന്നു. 6 മക്കളുണ്ട്. അതിലൊരു കുട്ടിക്ക് 2 മാസമേ പ്രായമുള്ളൂ. ഇവിടുത്തെ കഷ്ടപ്പാട് മൂലം ജീവിക്കാൻ പറ്റാതായപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയും എടുത്ത് അങ്ങ് പ്രവാസ ലോകത്ത് പോയതാ. ഒരുപാട് വേദനിപ്പിച്ച മരണവാർത്തയായിരുന്നു അത്. ഇവിടെ 6 മക്കളെയും കൊണ്ട് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ 6 മക്കളുടെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തിന് വേണ്ടി പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് യാത്ര പറഞ്ഞു പോയതാ അങ്ങ് പ്രവാസ ലോകത്ത് ജോലിക്ക് വേണ്ടി. വിസിറ്റിംഗ് വിസയിലായിരുന്നു പോയത്. അവിടെ ജോലിക്ക് വേണ്ടി ഒരുപാട് തെണ്ടി, ഒരു ജോലിയും ശരിയായില്ല. അങ്ങനെ വിസയുടെ കാലാവധി കഴിഞ്ഞു. ആ മനുഷ്യൻ എന്തോരം ബേജാറായിട്ടുണ്ടാകും. നാട്ടിലെ ജോലി കൊണ്ട് കുടുംബത്തെ നോക്കാൻ പറ്റാതായപ്പോഴാണ് ആ മനുഷ്യൻ പെട്ടിയും കെട്ടി ജോലിക്ക് വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയത്. ഞാനിത് പറയുമ്പോൾ ആ മനുഷ്യനെ ഞാൻ കാണുകയാണ്, ആ കുടുംബത്തെ ഞാൻ കാണുകയാണ്. ഭാര്യയും 6 മക്കളുമുണ്ട്. അവസാനത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുകയാണ്. ആ കുഞ്ഞിനെ തന്നെ നേരെ ചൊവ്വേ കാണാതെയാണ് അയാൾ ജോലിക്ക് വേണ്ടി പോയത്. വിസയുടെ കാലാവധി കഴിയാറായിട്ടും അയാൾക്ക് ജോലിയൊന്നും ശരിയായില്ല. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലിരുന്നതാ.
അപ്പോൾ അയാൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവുക? അയാൾ ആ ഒരു ഇരുത്തത്തിൽ തന്നെ മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ ആ ഒരു ഇരുത്തത്തിൽ പടച്ചറബ്ബേ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ആ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇവിടെ ജോലിയൊന്നും കിട്ടിയില്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണെന്ന്. നാട്ടിൽ ഭാര്യയും മക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ കേൾക്കുന്ന വാർത്ത ആ മനുഷ്യൻ മോർച്ചറിയിലാണുള്ളതെന്ന്. ആ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ 6 മക്കളെയും തനിച്ചാക്കി അദ്ദേഹം പോകുമ്പോൾ ഈ ദുനിയാവിൽ ഒറ്റപ്പെട്ടു പോയത് ആ ഒരു പെണ്ണാണ്. പടച്ചറബ്ബ് ആ പെണ്ണിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പടച്ചറബ്ബെ, ആ പെണ്ണിൻ്റെ ജീവിതം നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആരുടെ മുന്നിലും നീ തല കുനിപ്പിക്കല്ലേ റബ്ബേ. അവരുടെ നാളത്തെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സമാധാനത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഇതുപോലത്തെ മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. അങ്ങനെ എത്രയെത്ര വേദനിപ്പിക്കുന്ന മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ. ഒരാൾ മരണപ്പെട്ട് അവരുടെ കുടുംബത്തിൽ ചെന്നാലേ അറിയൂ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനപ്പെടുത്തുന്ന വാർത്ത വന്നിരിക്കുന്നത് ഈ ഒരു മോളുടെ മരണമാണ്. ചിരിച്ചും കളിച്ചും നടന്ന പൊന്നുമോള് ഇന്ന് ഈ ദുനിയാവിൽ നമ്മോടൊപ്പമില്ല, മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ്ബേ, എന്തൊക്കെ വേദനപ്പെടുത്തുന്ന വാർത്തകളാണ് റബ്ബേ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. യാ അല്ലാഹ്, ഇത് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയാണ് ഉണ്ടായത്. 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പിഞ്ചു മോള്. സൈക്കിളിൽ നിന്ന് വീണ് ഇങ്ങനെ മരണപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല. കന്നഡ സ്വദേശിയായ ആയിഷ മർവ എന്ന ഈ ഒരു പൊന്നുമോളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. സൈക്കിളിൽ നിന്ന് വീണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബേ, ആയിഷ മോൾക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ നൽകണേ റബ്ബേ. പാപമറിയാത്ത പ്രായമാണല്ലോ റബ്ബേ. മലക്കുകളോടൊപ്പം അവളെ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ കുഞ്ഞിൻ്റെ ഉമ്മക്കും ഉപ്പക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ ഒരു വാർത്ത കേട്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നൽകി നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പ്രവാസികളുടെ കുടുംബത്തിന് നീ ഇസ്സത്തേകണേ റബ്ബേ, റഹ്മത്തേകണേ റബ്ബേ. അവരുടെയൊക്കെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, 4 മക്കളുടെ ഉപ്പയായ മുജീബ് എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ ഖബർ നീ സ്വർഗത്തിലെ ഒരു പൂന്തോപ്പാക്കി മാറ്റണേ റബ്ബേ. മാഫിറത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിൻ്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. അവരെ ആരുടെ മുന്നിലും തല കുനിപ്പിക്കല്ലേ റബ്ബേ. നാളെ മുന്നോട്ട് നല്ലൊരു ജീവിതം നയിക്കാനുള്ള അവസ്ഥ അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.